വേനൽക്കാലത്തേക്ക് എത്തിയിട്ടില്ല. അതിനു മുൻപെയാണ് ഈ കൊടും ചൂട് അനുഭവപ്പെടുന്നത്. ഏതായാലും ഇതാ കനത്ത വെയിലും വിശ്രമമില്ലാതെ മൂന്നാറിലെ തൊഴിലാളികൾ അവിടെ ജോലി ചെയ്യുകയാണ്. ഉച്ച സമയങ്ങളിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കരുതെന്ന മുന്നറിയിപ്പിനിടെയാണ് ജോലി ചെയ്യേണ്ടി വരുന്നത്. മറ്റ് നിർവാഹമില്ലാത്തതിനാലാണ് ജോലി ചെയ്യുന്നതെന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് അവരുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. ഞങ്ങളിവിടെ പണിയുന്നത് ഭയങ്കര വെയിലത്താണ്. ഭയങ്കര വെയിൽ കൊണ്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. എന്നാലും പണിയാതെ പിള്ളേരെ സ്കൂളിൽ വിടണം. പിന്നെ ആശുപത്രി ചെലവുണ്ട്. പണിയാണെങ്കിൽ 6 ദിവസമേ കിട്ടുള്ളൂ. அது பணியாதிருக்காനും பற்றணில்லை ഞങ്ങൾக்குள்ள. இன்னோட வெயில் கூடுதல் இருக்கு. கொடை பிடிச்சிட்டு தான் வேலை பார்க்குறோம். வேலைக்கு போகலன்னா சாப்பாட்டு கஷ்டம். வெயில் ஜாஸ்தியாக இருக்குது மூணாரில். இப்போ கொடையெல்லாம் பிடிச்சிட்டு தான் நாங்கள் வேலை செய்கிறோம். இதை வச்சு தான் அந்த வேலை செஞ்சால் தான் எங்களுக்கு சாப்பாடு. இந்த வேலையெல்லாம் எங்களை கொண்டு ஒன்றும் ஜீவிக்க முடியாது. அதுலேயும் மாதத்தில் 6 நாளைக்கு தான் வேலை தர்றாங்க. கொடை பிடிச்சி தான் நாங்கள் வேலை செய்கிறோம். രാഹുൽ സുരേഷാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. രാഹുൽ, എനിക്ക് തോന്നുന്നു ഏതാണ്ട് 1 മാസം മുൻപാണ് രാഹുൽ അവിടെ മൂന്നാറിലെ തണുപ്പ് കാണിച്ചു നമ്മളെയൊക്കെ കൊതിപ്പിച്ചത്. പക്ഷേ ഇതാ നേരെ വിപരീതമായിരിക്കുന്ന അവിടുത്തെ കാലാവസ്ഥ. വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത്. നോക്കൂ, ആ തൊഴിലാളികളുടെ ദുരിതം നമ്മൾ കേൾക്കുകയായിരുന്നു. പൊരി വെയിലത്ത് ജോലി ചെയ്യേണ്ടി വരികയാണല്ലേ? തീർച്ചയായിട്ടും വിനീത, കഴിഞ്ഞ 24 മണിക്കൂറിൽ UV ഇൻഡെക്സ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയത് മൂന്നാറിലാണ്. UV ഇൻഡെക്സ് 8 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഓറഞ്ച് അലേർട്ട് മൂന്നാറിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിക്കുന്നത്. ഈ ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരിട്ട് വെയിലേൽക്കുന്ന ആളുകളോട് അതീവ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പ്രത്യേകിച്ച് തേയിലത്തോട്ടം മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ, തൊഴിലുറപ്പ് ജോലികൾ ചെയ്യുന്ന ആളുകൾ, വിനോദസഞ്ചാരികൾ, ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആളുകൾ എന്നിവരോടെല്ലാം നേരിട്ട് വെയിലേൽക്കരുത്. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ നേരിട്ട് വെയിൽ ഏൽക്കരുതെന്നാണ് പറയുന്നത്. പക്ഷേ തോട്ടം മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും ഈ തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന ആളുകൾക്കും മറ്റ് നിർവാഹമില്ല. വീട്ടിലെ അടുപ്പ് കായണമെങ്കിൽ ഒരു ദിവസം ജോലി ചെയ്യാതിരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അവർ പറയുന്ന പോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ആശുപത്രി ചെലവ്, ദൈനംദിന ചെലവ് എല്ലാം നിർവഹിക്കണമെങ്കിൽ തോട്ടത്തിൽ പോയി അല്ലെങ്കിൽ തൊഴിലുറപ്പ് ജോലി ചെയ്തേ മതിയാകൂ. അതുകൊണ്ട് ഈ വെയിൽ കൊണ്ടും അവർ ആരോഗ്യം നോക്കാതെ ജോലി ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. മൂന്നാറിലെ ഈ തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന ആളുകളുടെ പ്രതികരണമാണ് കേട്ടത്. തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൊട ചൂടിയൊക്കെ ജോലി ചെയ്യാം. പക്ഷേ ഈ തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്താണെങ്കിലും ജോലി ചെയ്യുമ്പോഴും അതീവ ജാഗ്രത പാലിച്ചുകൊണ്ട് ആ ജോലി ചെയ്യുക എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിക്കുന്ന കാര്യം. വിനീത, രാഹുൽ, ഈ ഷൂട്ടിനൊക്കെ പോകുമ്പോഴുള്ള അവസ്ഥ എന്താണ്? വാർത്തകൾ ശേഖരിക്കാൻ പോകുമ്പോൾ കനത്ത വെയിൽ തന്നെയാണല്ലേ? വിനീത, ഈ തോട്ടം തൊഴിലാളികൾക്കും വിനോദസഞ്ചാരികൾക്കും ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കും മാത്രമല്ല, പോലീസ് ഉദ്യോഗസ്ഥർക്കും പോലീസിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും മാധ്യമപ്രവർത്തകർക്കും ആ ജാഗ്രത നൽകിയിട്ടുണ്ട്. ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കണം എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകർക്കും പോലീസുകാർക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്നാണെങ്കിലും നമ്മുടെ ജോലിയും ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല. നമ്മളും വേണ്ട മുൻകരുതൽ സ്വീകരിച്ചുകൊണ്ട് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. വിനീത, ശരി. രാഹുൽ സുരേഷാണ് ഏതായാലും മൂന്നാറിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.